നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഉഗ്രരൂപം കൊണ്ട് കൊലകൊല്ലിയെ പോലെ ചാലിയാർ പുഴ മാറി. ഞങ്ങളുടെ മക്കളെ കൊണ്ടുപോയി തിന്നില്ലേ നീ? ചാലിയാറിനെ നോക്കി ശാപവാക്കുകൾ ഉരുവിടുകയാണ് ഈ അമ്മമാർ. ഒന്നും ബാക്കി വെച്ചില്ല, ഞങ്ങളെയായിട്ട് എന്തിന് ബാക്കി വെച്ചുവെന്ന് അലമുറയിട്ട് കരയുകയാണ് ഈ മനുഷ്യർ. മുണ്ടക്കൈയിലും ചൂരൽമലയിലുമൊക്കെ അവശേഷിക്കുന്നത് ഈ കാഴ്ചകളാണ്. ഇനിയും എത്രയോ മൃതദേഹങ്ങൾ മണ്ണിനടിയിൽ. കണ്ടെടുക്കാൻ രക്ഷാപ്രവർത്തകർ രക്ഷാദൗത്യം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മണ്ണിനടിയിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നുണ്ട്. അവിടങ്ങളിൽ പരിശോധന നടത്തുകയാണ് ദൗത്യ സംഘം. ദുരന്തമുണ്ടായതു മുതൽ തുടർച്ചയായ 10 ദിവസങ്ങളിലായി ചാലിയാറിൽ നിന്ന് കണ്ടെടുത്തത് 78 മൃതദേഹങ്ങളും 168 ശരീരഭാഗങ്ങളുമാണ്. കണ്ടെത്തിയ ശരീരഭാഗങ്ങളിൽ പലതും ഒരുപക്ഷെ ഒരാളുടേത് തന്നെ ആകാം, പക്ഷെ ഉറപ്പില്ല. അതുകൊണ്ട് മൃതദേഹമായി കാണാനാവില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചാലിയാർ ഒട്ടേറെ പുഴകളെയും വെള്ളച്ചാട്ടങ്ങളെയും തോടുകളെയും നീർച്ചാലുകളെയും എല്ലാം കൂടെ കൂട്ടിയാണ് മുണ്ടേരി കാടിറങ്ങി എത്തുമ്പോഴേക്ക് കരുത്തു കൂട്ടുന്നത്. ഇവയുടെ വൃഷ്ടി പ്രദേശത്ത് എവിടെയെങ്കിലും കനത്ത മഴയോ മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഉണ്ടാകുമ്പോഴെല്ലാം പുഴ ദുരന്തവാഹിനിയാകും. എങ്കിലും ഇത്രത്തോളം ഒരു ഭീകരമായ അവസ്ഥ മുൻപുണ്ടായിട്ടില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നത്. ഈ പുഴ അവർക്ക് ജീവനോപാധിയാണ്. അവിടുത്തെ ചെറിയ കുട്ടികൾക്ക് പോലും ചാലിയാർ സുപരിചിതമാണ്. ചാലിയാറിന്റെ നിത്യകാഴ്ചയായ പൊന്നരിപ്പ് സംഘങ്ങളെ ഇപ്പോൾ പുഴയിൽ കാണാനില്ല. വലവീശി മീൻ പിടിക്കുന്നവരും ഈ ഭാഗത്തേക്ക് ഇപ്പോൾ എത്തുന്നില്ല. മഹാദുരന്തം കഴിഞ്ഞ് 2 ആഴ്ചയാകുമ്പോൾ ആളുകളകന്ന പുഴ ഒഴുകുകയാണ്. ഉരുൾപൊട്ടലിന്റെ വലിയ ഒരു ഭീതി വഹിച്ച് പ്രളയമായി കര കയ്യേറിയും ചാലിയാർ പലതവണ ഒഴുകിയിട്ടുണ്ട്. എന്നാൽ 4-5 ദിവസം കഴിയുമ്പോൾ പതിവ് പോലെ ശാന്തമാകും. ഇത്തവണ പക്ഷേ പുഞ്ചിരിമട്ടം മല ഇടിഞ്ഞു വന്ന് തുടച്ചു നീക്കിയ 2 ഗ്രാമങ്ങളെയും മണ്ണും മനുഷ്യനെയും മറ്റെല്ലാത്തിനെയും കൊണ്ടാണ് പുഴ പോയത്. പൊന്നിനും മീനിനും പകരം മനുഷ്യ ശരീരങ്ങളും ശരീരഭാഗങ്ങളും ചേർന്ന് ഒരു ഭീകര കാഴ്ചയാണ് ഇപ്പോൾ ചാലിയാർ പുഴ സമ്മാനിക്കുന്നത്. പ്രളയമോ ഉരുൾപൊട്ടലോ ഉണ്ടായാൽ വെള്ളമിറങ്ങുമ്പോൾ ആദ്യം പുഴയിലിറങ്ങുന്നത് പൊന്നരിക്കുന്ന സംഘങ്ങളാണ്. ഇത്തരം സമയങ്ങളിലാണ് കൂടുതലായി പൊൻതരി കിട്ടുന്നത്. മലയിടിഞ്ഞു വന്ന് പാറക്കഷ്ണങ്ങളിൽ നിന്ന് പൊൻതരി തേടുന്നവരെ തീരങ്ങളിൽ പലയിടങ്ങളിലും കാണാം. തീരങ്ങളോട് ചേർന്ന് ചെറിയ കുഴികൾ ഉണ്ടാക്കി മരം കൊണ്ട് നിർമ്മിച്ച മരവിയിൽ അരിച്ചാണ് പൊൻതരി വേർതിരിക്കുന്നത്. പതിറ്റാണ്ടുകളായി ചാലിയാറിലെ നിത്യകാഴ്ചയാണിത്. കാലവർഷം ശക്തിപ്പെട്ട് ജലനിരപ്പ് ഉയരുന്ന സമയത്ത് മാത്രമേ പൊന്നരിപ്പുകാർ പുഴ വിടാറുള്ളൂ. ചാലിയാറിന് പുറമെ നീലഗിരി മലനിരകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന കലക്കൻ പുഴയിലും പുന്നപ്പുഴയിലും പൊന്നരിപ്പ് സംഘങ്ങൾ ഉണ്ടാകാറുണ്ട്. മുണ്ടക്കൈ ദുരന്തത്തിൽ ഇന്ന് നടത്തിയ തെരച്ചിലിലും ശരീരഭാഗങ്ങൾ കിട്ടിയിട്ടുണ്ട്. പരപ്പൻപാറയിൽ സന്നദ്ധ പ്രവർത്തകരും ഫോറസ്റ്റ് സംഘവും നടത്തിയ തെരച്ചിലിലാണ് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തത്. പരപ്പൻപാറയിലെ പുഴയോട് ചേർന്ന ഭാഗത്താണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയതെന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ. 2 കാലുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിനിടെ പരപ്പൻപാറയിലെ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഒരു ശരീരഭാഗം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം 3 മൃതദേഹം കിട്ടിയ സ്ഥലത്ത് നിന്ന് തന്നെയാണ് ശരീരഭാഗങ്ങൾ കിട്ടിയിരിക്കുന്നത്. പുഴയോട് ചേർന്നുള്ള ഭാഗത്ത് 2 കാലുകളാണ് കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിൽ കൂടുതൽ മൃതദേഹങ്ങൾ അവിടെ ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. ഇവിടെ ഒഴുക്കുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മൃതദേഹങ്ങൾ ഒഴുകി വന്നിട്ടുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള 6 സോണുകൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. തെരച്ചിൽ ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധരായവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ദുരന്തത്തിൽപ്പെട്ട 126 പേരെ ഇനി കണ്ടെത്താനുണ്ട്. പ്രാദേശിക ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും തെരച്ചിലിനുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.